ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോയിലായിരുന്നു സ്കിപ്പ് ചെയ്യാതെ കാണാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള കുറച്ച് കേടായ തേങ്ങ അല്ലെങ്കിൽ കൊട്ടത്തേങ്ങ, നല്ല മൂത്ത തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് കറികൾക്കൊന്നും യൂസ് ചെയ്യില്ല അല്ലേ. ചിലപ്പോൾ നമ്മളത് കളയാറായിരിക്കും പതിവ്. അധികം കേടുവരാതെ ഇതുപോലെ ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഒരു ടിപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഓട്ടിൽ നിന്നും ഈ തേങ്ങയൊന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. നന്നായിട്ട് മൂത്ത തേങ്ങ ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ഇളകി വരും കേട്ടോ. അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ നമ്മുടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു തേങ്ങ ഉപയോഗിച്ച് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വലിയ വില കൊടുത്ത് മാർക്കറ്റിൽ നിന്നും ഇത് വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നവജാത ശിശുക്കൾക്ക് അമ്മയുടെ പാലിൽ നിന്ന് ലഭിക്കുന്ന അതേ മോണോലോറിനാണ് വെർജിൻ വെളിച്ചെണ്ണയിലുള്ളത്. വെർജിൻ വെളിച്ചെണ്ണ അണുനാശക ശേഷിയുള്ളതാണെന്നും ഹൃദയാരോഗ്യത്തിന് നല്ലതാണെന്നും ക്യാൻസറിനെതിരെ പ്രതിരോധ ശേഷിയുള്ളതാണെന്നും ഡോക്ടർ മേരി ജി എനിക്കെന്ന ഗവേഷകയുടെ പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. എയ്ഡ്സ്, ക്ഷയം തുടങ്ങിയ രോഗങ്ങൾക്ക് ഹേതുവായ അണുക്കളെ നശിപ്പിച്ച് രോഗപ്രതിരോധ ശേഷി നൽകും. ട്യൂമർ വളർച്ച പ്രതിരോധിക്കും. ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിനും വയറിന് ചുറ്റും അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് ഇല്ലാതാക്കാനും നല്ല കൊളസ്ട്രോളിന്റെ നില കൂട്ടുകയും ചെയ്യുന്നതാണ്. ദേഹത്ത് പുരട്ടുന്നത് മൂലം ചൊറി, കരപ്പൻ തുടങ്ങിയവയും സുഖപ്പെടുത്തും. താരൻ, മുഖക്കുരു എന്നിവയെ കുറയ്ക്കാനും തൊലിപ്പുറത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ, തീപ്പൊള്ളൽ, ചിക്കൻ പോക്സിന്റെയും തൊലി ഉരഞ്ഞതിന്റെയും പാടുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് പോകാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് കേട്ടോ. തീപ്പൊള്ളൽ, മുറിവ്, വളങ്കടി എന്നിവ സുഖമാക്കുകയും ചെയ്യും. ഹെയർ ക്രീം, സൗന്ദര്യവർദ്ധന ക്രീമുകൾ തുടങ്ങിയ നിർമ്മാണത്തിന് ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ തുമ്മൽ, ജലദോഷം എന്നിവയെ അകറ്റുകയും മൗത്ത് ഫ്രഷ്നറായും ആഫ്റ്റർ ഷേവ് ലോഷനായും ഉപയോഗിക്കും. ഇത് നല്ലൊരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട് തന്നെ നമ്മളെ കുഞ്ഞു മക്കൾക്കൊക്കെ ബേബി ഓയിലായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ അടിച്ചെടുത്തിരുന്നു. എന്നിട്ട് നന്നായിട്ട് ഫൈനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പാല് മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചു മാറ്റാം. ഇതിൻ്റെ ആ വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയും പാൽ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഫ്രീസറിൽ ഒരു ദിവസം സൂക്ഷിച്ച് വെക്കാം കേട്ടോ. എന്നിട്ടാണ് നമ്മൾ ഈ പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം എടുക്കുമ്പോൾ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. മേലെ പാലൊക്കെ ആയിട്ട് താഴെ വെള്ളം മാത്രമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. രണ്ട് സെപ്പറേറ്റ് ലെയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പോൾ ആ മുകൾ ഭാഗം നമുക്ക് മെല്ലെ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത്, ഡയറക്റ്റ് ആയിട്ട് ആ തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിൽ നിന്ന് നമുക്ക് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കാമല്ലോ എന്ന്. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐഡിയ തന്നെയാണ് കേട്ടത്. നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തേങ്ങാപ്പാൽ വെച്ചിട്ട് ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറേ സമയം ആവുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് ഗ്യാസും ചിലവാവുന്നതാണ്. എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അടി കട്ടിയുള്ള ഒരു ഇരുമ്പിൻ്റെ പാൻ ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൽ നിന്നും എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെയും നമുക്കിതൊന്ന് മിക്സാക്കി കൊടുക്കേണ്ടതുണ്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ കണ്ടില്ലേ നന്നായിട്ട് കുറുകി വരുന്നുണ്ട് കേട്ടോ. കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോഴേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു എണ്ണ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ വലിയ വില തന്നെ ഇതിന് കൊടുക്കേണ്ടി വരും. എന്നാൽ യാതൊരു കെമിക്കൽസും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുറച്ച് സമയം വെച്ചപ്പോൾ കണ്ടില്ല ആ സൈഡിലൊക്കെ നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു തേങ്ങയൊക്കെ വെച്ച് ചെയ്യുന്നതിനേക്കാളും നല്ലത് കുറച്ച് അധികം തേങ്ങയൊക്കെയുള്ള സമയത്ത് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. മുടി നന്നായിട്ട് വളരാനും താരൻ അകറ്റാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും ഇത് സഹായിക്കുന്നുണ്ട്. ചർമ്മത്തിലെ ചുളിവുകൾ മാറ്റി വരൾച്ച അകറ്റി തിളക്കം നൽകാനും സഹായിക്കുന്നുണ്ട്. കുട്ടികളുടെ ശരീരത്തിൽ പുരട്ടാൻ വളരെ നല്ലതാണ് കേട്ടോ. ഇതിലടങ്ങിയിട്ടുള്ള മീഡിയം ചെയിൻ ഫാറ്റി ആസിഡുകൾ ശരീരത്തിലെ ബാക്ടീരിയ, വൈറസ് എന്നിവയെ നശിപ്പിക്കാൻ സഹായിക്കുന്നു. ചർമ്മത്തിലുണ്ടാകുന്ന മുറിവുകൾ, പൊള്ളലുകൾ, ഉപ്പൂറ്റി, വിണ്ടുകീറൽ എന്നിവയ്ക്കും വളരെ ഫലപ്രദമാണ്. അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആ തേങ്ങാപ്പീര വേറെയും വെളിച്ചെണ്ണ വേറെയുമായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി സമയം കൂടെ ഒന്ന് വെച്ച് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും വെളിച്ചെണ്ണ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഞാനിത് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ വേസ്റ്റ് കളയേണ്ട ആവശ്യമില്ല. ഇതിൽ നമുക്ക് വെറുതെ 4 മണിക്കൊക്കെ ചായയുടെ കൂടെ കുറിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ആ വെളിച്ചെണ്ണയുടെ ആ ഫ്ലേവർ അടങ്ങിയിട്ടുള്ള ഒരു സംഭവം നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക.
അടിപൊളിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. ചൂടോട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ട്ടോ. നിങ്ങൾ കേടായ തേങ്ങ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കില് ചർമ്മത്തിലൊന്നും പുരട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതില്ല. വേറെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല മോയ്സ്ചറൈസർ ഒക്കെ നമ്മൾ തേക്കാറുണ്ടല്ലേ. അതിന് പകരമായിട്ട് ഇതുപോലൊരു വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ബോഡി ലോഷനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. കുറേയധികം ദിവസം കഴിയുമ്പോൾ നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ അടിഭാഗം ഇതുപോലുള്ളൊരു അവസ്ഥയിലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കുക്കറും. എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. എല്ലാ ഭാഗത്തും ഇതുപോലെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ലൊരു ക്ലീനിങ് ഏജന്റാണ് ബേക്കിംഗ് സോഡ എന്ന് എല്ലാവർക്കും അറിയാലോ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനീഗർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ കാരണം നന്നായിട്ട് അത് പതഞ്ഞ് പൊങ്ങി വരുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുക്കറിൽ അധികം കറയൊന്നുമില്ല. നമ്മുടെ ഈ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് കേട്ടോ നന്നായിട്ട് കറ പിടിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്. നമ്മളിതിൽ ചേർത്ത് കൊടുത്തുള്ള വിനീഗർ ആയാലും ഉപ്പായാലും ബേക്കിംഗ് സോഡ ആയാലും നല്ല ക്ലീനിങ് ഏജൻ്റ് ആണ്. ഇനി ചെറുതായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ മുകളിലേക്കായിട്ട് 2 ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അഴുക്കൊക്കെ നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. ടിഷ്യൂ പേപ്പർ വെക്കുന്നത് മൂലം കുറേ സമയം അതിൻ്റെ ആ ഈർപ്പം നിലനിൽക്കുകയും ചെയ്യും. നന്നായിട്ട് അഴുക്കൊക്കെ നമുക്ക് പോയി കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ചെറുതായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളടുത്ത് ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ സാധാ പേപ്പർ വേണമെങ്കിലും വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും. സ്റ്റീൽ സ്ക്രബ്ബറോ അതുപോലെ തന്നെ കൈ വെച്ചിട്ട് ഒരയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പം ഞാൻ കണ്ടില്ലേ, ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഉരച്ചെടുക്കുമ്പോൾ തന്നെ കറകളൊക്കെ നന്നായിട്ട് പോയി കിട്ടുന്നുണ്ട്. ഇനി ഞാൻ ആ ടിഷ്യൂ പേപ്പർ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. ഈ ഒരു പാത്രം കൂടെ നമുക്കൊന്ന് കഴുകി നോക്കാം. അപ്പോൾ കണ്ടില്ലേ, കറയൊക്കെ പോകുന്നതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വരുന്നത് നമുക്ക് ലൈവായിട്ട് ഇവിടെ കാണുന്നുണ്ടാവും. ഞാൻ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഉരച്ചെടുക്കുക മാത്രമാണ് ട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴുകിയതിന് ശേഷമുള്ള റിവ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. എല്ലാവർക്കും പോയിട്ട് നന്നായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് അഴുക്കുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഡെയിലി കഴുകുമ്പോൾ അത് പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുക്കറിൻ്റെ അടിഭാഗം കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് അഴുക്കൊക്കെ പോയിട്ട് വെട്ടി തിളങ്ങുന്നുണ്ട്. എല്ലാവരും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന കുറച്ച് മാവിലയാണ് കേട്ടോ. നല്ല അത്യാവശ്യം പഴുത്ത മാവില തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ്. ഞാനിതിൻ്റെ ഗുണങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരു ഇല പോലും നിങ്ങൾ പിന്നെ വലിച്ചെറിഞ്ഞ് കളയില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ആ ഇല നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് ഞാൻ മിക്സി ജാറിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞു ജാറ് തന്നെയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നന്നായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യത്തിന് വെള്ളം, നമുക്ക് എത്രയാണോ സൊല്യൂഷൻ വേണ്ടത് അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ആ എസൻസ് ഒക്കെ ആ വെള്ളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തത്. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കാം. അപ്പം ഞാൻ തിളപ്പിച്ചെടുത്ത പാത്രത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ, നന്നായിട്ട് ആ കറിയൊക്കെ ഒന്ന് പോയിട്ട് നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഉജാലയാണ് ട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉജാലയും നല്ലൊരു ക്ലീനിങ് ഏജൻറ്റാണ്, അതുപോലെ തന്നെ നമ്മുടെ സൊല്യൂഷനും. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിനായിട്ടുള്ള നല്ല കിട്ടില്ലൻ ഒരു സൊല്യൂഷൻ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് എന്തെല്ലാം ചെയ്തെടുക്കാമെന്ന് നോക്കാം. മാവിലയുടെ ഗുണങ്ങൾ ഇതൊന്നുമല്ല കേട്ടോ, ഒരുപാട് ഗുണങ്ങളുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ. ഞാനിപ്പോൾ ഫസ്റ്റ് കുറച്ച് സൊല്യൂഷൻ എടുത്ത് അതിലേക്ക് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഡിഷ് വാഷ് ലിക്വിഡിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് പൊതുവെ പാത്രം കഴുകുന്ന സമയത്ത് അത് വരുമ്പോഴേ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഡെയിലി നമ്മൾ ചായ കുടിക്കുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് കറയുണ്ടാവും. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം നന്നായിട്ട് കറയൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ട് പുതിയതുപോലെ ആയി കിട്ടുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഇൻഡക്ഷനിൽ ചായ വെക്കുന്ന ഒരു പാത്രമായിരുന്നു. അതിൽ നന്നായിട്ട് കറയുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. കറകളൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള നല്ല കിടിലൻ സൊല്യൂഷനാണ് കേട്ടോ. യാതൊരുവിധ കെമിക്കൽസോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് എത്ര വലിയ കറിയും കളയാൻ പറ്റിയ നല്ല കിടിലൻ സൊല്യൂഷനാണ്. അപ്പോൾ പാത്രമൊക്കെ കഴുകിയതിന് ശേഷം ഞാൻ അതേ സൊല്യൂഷൻ ഉപയോഗിച്ച് സിങ്കും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ,
സിങ്കിലെ കറകളും പോയിട്ട് നന്നായി അടിപൊളിയായിട്ട് ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി അതേ സൊല്യൂഷൻ ഉപയോഗിച്ച് ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. രാവിലെ നമ്മളെ തിരക്കേറിയ ജോലികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അവസ്ഥയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. സൊല്യൂഷൻ തേച്ച് പിടിപ്പിച്ച് ഒരു 5 മിനിറ്റിന് ശേഷം നമ്മളൊന്ന് തുടച്ചെടുത്താൽ മാത്രം മതിയാവും ട്ടോ. എല്ലാ കറകളും പോയിട്ട് പുതിയതായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആ സ്റ്റീൽ ഗാർഡിലും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം എല്ലാം ഒന്ന് കഴുകിയിട്ടുണ്ട്. എല്ലാ കറകളും പോയിട്ട് നന്നായിട്ട് നമുക്കിവിടെ ക്ലീനായി വന്നിട്ടുണ്ട്. നല്ലൊരു തിളക്കം കിട്ടുന്നുണ്ടല്ലേ. ബർണറിൽ വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ ഞാൻ 2 ചിരട്ട വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നെക്സ്റ്റ് ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ മാവിൽ വെള്ളം തന്നെയാണ്. ഇനി ഇത് ഉപയോഗിച്ച് നമ്മളുടെ ടോയ്ലറ്റ് ഒക്കെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, അത്യാവശ്യം കറയുള്ള ഒരു ക്ലോസറ്റ് തന്നെയാണ്. ജസ്റ്റ് ഇതുപോലെ എല്ലായിടത്തേക്കും ആ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്ത് 5 മിനിറ്റിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് ഉരച്ചെടുക്കുന്നതിൽ വല്ലാണ്ട് അങ്ങ് ബുദ്ധിമുട്ട് ഉരച്ചെടുക്കൊന്നും തന്നെ ഇല്ല കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗമൊക്കെ നമ്മൾ ഉപയോഗിക്കാത്തൊരു ബ്രഷ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതിയാവും. നല്ല പുതിയതുപോലെ തന്നെ എല്ലാ കറകളും പോയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ക്ലീനായി വരുന്നതായിരിക്കും. ഇത് ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, വോൾ ടൈലായാലും ഫ്ലോർ ടൈലായാലും നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗത്തും ഞാൻ ആ സൊല്യൂഷൻ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കഴുകിയതിന് ശേഷമുള്ള ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. നിങ്ങൾ ലൈവായിട്ട് കാണുന്നുണ്ടാവും. ഞാൻ വല്ലാണ്ടങ്ങ് ഒരുക്കി ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി ബാക്കിയുള്ള സൊല്യൂഷൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് ടൈലും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽസൊക്കെ ഉപയോഗിച്ച് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കത് മൂലം ധാരാളം സൈഡ് എഫക്റ്റ് ഉണ്ടാവും. മാത്രമല്ല അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.